ഈശോയിൽ സഹോദരങ്ങളെ, യേശുവിൻ്റെ കുരിശിലെ അന്ത്യമൊഴികളിലൂടെ ഒരു ആത്മീയ സഞ്ചാരം നടത്തുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഈശോ അന്ന് തൻ്റെ മരണസമയത്ത് പറഞ്ഞ 7 പ്രധാനപ്പെട്ട വചനങ്ങൾ, ഒരു പക്ഷേ അവ വെറും വചനങ്ങൾ മാത്രമല്ല, യേശുവിൻ്റെ ഒരു നിലവിളിയായിരുന്നു. ഈ വചനങ്ങൾ ഓരോന്നും നമ്മുടെ ആത്മീയ സഞ്ചാരത്തിൽ, പ്രത്യേകിച്ചും നോമ്പുകാലത്തിലെ വിശുദ്ധ വാരങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ധ്യാനിക്കുന്നത് എത്രയോ അനുഗ്രഹീതമാണ്. മാത്രവുമല്ല, ഈ 7 വചനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കുക, ആവർത്തിക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിച്ച് ഈ ദിവസത്തെ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഈശോ പറഞ്ഞ 7 വചനങ്ങൾ. ഒന്നാമതായി, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. രണ്ടാം വചനം, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മൂന്നാമത്തെ വചനം, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ വചനം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു. അഞ്ചാം വചനം, എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തേത്, എല്ലാം പൂർത്തിയായി. 7, പിതാവേ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അന്ന് ഈശോ ഈ മൊഴികൾ നിലവിളിയായി ഉയർത്തുന്ന സമയത്ത് ഈശോയുടെ കുരിശിൻ്റെ താഴെ വളരെ ഒരു ചെറിയ പറ്റം മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, യുഗാന്തത്തോളം ഈ മാനവരാശിയുടെ ചരിത്രത്തിൻ്റെ ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ള വചനമാണ്, അല്ലെങ്കിൽ വചനങ്ങളാണ് ഇവ ഓരോന്നും എന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നല്ല കള്ളനോടുള്ള വചനമാണ്. സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാണ് അവസാനിച്ചത്. ഒരാത്മാവിന് ഈശോയിലേക്ക് അയാളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏത് സമയത്തിലും പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞേക്കും. യു ആർ നോട്ട് ടു ലേറ്റ്. അതുകൊണ്ട് നമ്മൾ ഒരു ആത്മീയ എക്സസൈസ് പോലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ കുമ്പസാരിക്കാൻ പോവുക. കുമ്പസാരത്തിൻ്റെ ഒടുക്കം ഒരു വൈദികൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ചുകൊണ്ട് പറയുന്നത്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ആത്മാവിനെ അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നല്ല കണ്ടം കേട്ട അതേ വാക്കുകളാണ് നമ്മളും കേൾക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഏത് സമയത്തും ഒരാത്മാവിന് ഈശോയിലേക്ക് പ്രവേശിക്കാം. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായം 10 മുതലുള്ള വചനങ്ങളിലാണ് ഏദനിൽ നിന്ന് പുറപ്പെടുന്ന 4 കൈവഴികളെക്കുറിച്ച്, 4 ചെറിയ നദികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കിഴക്കോട്ട്, മറ്റൊന്ന് പടിഞ്ഞാറോട്ട്, മറ്റ് 2 തെക്കും വടക്കുമായും. ഇവ ഏദനിൽ നിന്ന് പുറപ്പെടുന്ന കൈവഴികൾ മാത്രമല്ല, ഏദനിലേക്കുള്ള കൈവഴി കൂടിയാണ്. നമുക്ക് ഇങ്ങനെ കൂടി ഒരുപക്ഷെ ധ്യാനിക്കാനായിട്ട് കഴിയും. ഒരാത്മാവിന് ഏദൻ തോട്ടത്തിലേക്ക്, പറുദീസയിലേക്ക്, അയാളുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ, ശൈശവത്തിൽ പ്രവേശിക്കാം. ചിലർക്ക് കൗമാര യൗവനത്തിലായിരിക്കാം പ്രവേശിക്കാൻ കഴിയുന്നത്. മറ്റു ചിലർക്ക് അവരുടെ കുറേ കൂടി മാറിയുള്ള ഒരു മെച്യൂർഡായ ഒരു കാലഘട്ടത്തിലായിരിക്കാം പ്രവേശിക്കാനായിട്ട് കഴിയുന്നത്. ഇനിയും ചില മനുഷ്യർ ഈ പറുദീസയിലേക്ക് പ്രവേശിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലായിരിക്കും. ഏത് ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചാലും നിങ്ങൾക്ക് അനുഭവിക്കാനിരിക്കുന്നത് ആ പറുദീസയിലുള്ള സ്വീകരണമാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി ആ പറുദീസ അനുഭവം സ്വന്തമാക്കുക. ഈശോയെ സ്വീകരിക്കുന്ന ഏതൊരാത്മാവും സഞ്ചരിക്കുന്നത് പറുദീസയിലൂടെയാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ധ്യാനം അവസാനിപ്പിച്ചത്. ഡമാസ്കസിലെ വിശുദ്ധ പത്രോസ് എന്ന് പറയുന്ന ഒരു പിതാവുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ധ്യാനിച്ച് ഈ ദിവസത്തെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. എന്തായി തീരണമോ അതായി തീരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്കായൊരു മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നത് അബദ്ധമല്ലേ? അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടാതെ അവനിലേക്ക് പ്രവേശിക്കുക. ഈശോയുടെ കുരിശിൽ നിന്നുള്ള 3-ാമത്തെ മൊഴിയിലേക്ക് നമുക്ക് കടക്കാം.
രണ്ടാമത്തെ മൊഴി ഈശോയുടെ ചാര കിടന്ന നല്ല കള്ളന് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ മൊഴി കുരിശിൻ്റെ കീഴെ കാത്തു നിൽക്കുന്ന അമ്മയ്ക്കും മകനും വേണ്ടിയിട്ടുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 26-27 തിരുവചനങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. യേശു തൻ്റെ അമ്മയായ ആ മറിയവും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം ആ ശിഷ്യനോട് അവിടുന്ന് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. തുടർന്ന് ആ ശിഷ്യൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇത് പറഞ്ഞാണ് ആ വചനഭാഗം അവസാനിപ്പിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഈ വചനവുമായി ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റുകൾ നമുക്കൊന്ന് ധ്യാനിച്ച് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഓർക്കണം, ഒന്നാമതായി ആ ദിവസങ്ങളിലൊക്കെ മറിയം ജെറുസലേമിലുണ്ടായിരുന്നു. കുരിശിൻ്റെ താഴെ മറിയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം ഇതാണ്: ആ ദിവസങ്ങളിലൊക്കെയും അമ്മ ജെറുസലേമിലുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ, ജെറുസലേമിലെ തിരുനാളിന് സാധാരണയായി ഒരു യഹൂദൻ 12 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുമായി യാത്രയാകുന്നത് 3 പ്രധാനപ്പെട്ട തിരുനാളുകളിലാണ്. അങ്ങനെ ഒരു തിരുനാളിൻ്റെ സമയത്താണ് ഈശോ മിസ്സായിപ്പോയി എന്നൊക്കെ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. എന്നിട്ട് ഈശോയെ കണ്ടെത്തുന്നതുമല്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈശോയുടെ പരസ്യകാല ജീവിതത്തിൻ്റെ സമാപനത്തിൽ സംഭവബഹുലമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമ്മ ആ ദിവസങ്ങളിലെല്ലാം ജെറുസലേമിലുണ്ടായിരുന്നു. ഓശാന ഞായറിൽ മാത്രമല്ല, അതിനു മുമ്പും പിമ്പുമുള്ള ദിവസങ്ങളിൽ. ഉദാഹരണത്തിന് ഓശാനയുടെ ഉള്ള ജയ് വിളികൾ അമ്മ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ ചിന്തിച്ചിട്ടുണ്ട്, അന്ന് മംഗലവാർത്തയുടെ സമയത്ത് അത്യുന്നതൻ്റെ പുത്രനെന്ന് ഇവൻ വിളിക്കപ്പെടും എന്നുള്ള ഗബ്രിയേൽ ദൂതനിലൂടെയുള്ള പ്രവചനമൊക്കെ അമ്മ തീർച്ചയായും ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒറ്റിക്കൊടുക്കുന്നത്, തള്ളിക്കളയുന്നത് പ്രധാന പുരോഹിതനായ കയ്യപ്പാസിൻ്റെ മുമ്പിലും തുടർന്ന് പീലാത്തോസിൻ്റെയും ഹെറോദേസിൻ്റെയും മുമ്പിലുമെല്ലാം തലകുനിച്ച് നിൽക്കുന്നത്, ബറബാസിനെ വിട്ടുതരിക, ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ജനം ബഹളമുണ്ടാക്കുന്നത്, ഇങ്ങനെ തുടങ്ങി എത്രയെത്ര കാര്യങ്ങളായിരിക്കും ഈ അമ്മ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവുക. സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഈ അമ്മയുടെ കാര്യം മറിയത്തിലേക്ക് വരുമ്പോൾ ഇത് ഒരു സ്വർഗീയമായ ഒരു അമ്മയുടെ കഥ മാത്രമല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പുത്രനാണ്. അവളുടെ ഉദരത്തിൽ അവളുടെ ഹൃദയമിടിപ്പുകളോട് ചേർന്ന് ഹൃദയമിടിപ്പുകൾ ഉണ്ടായിരുന്ന 9 മാസക്കാലം തൻ്റെ ഉദരത്തിൽ വഹിക്കുകയും രഹസ്യകാല ജീവിതത്തിൽ ഉടനീളം തന്നോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്ത ഒരു പുത്രനാണ് ഈ പീഡയിലൂടെ കടന്നു പോകുന്നത് മറിയം കാണുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, മറിയത്തെ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇതാണ്: ദൈവമേ, എങ്ങനെ ഒരു സ്ത്രീക്ക് ഈ സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, അമ്മമാർ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ മകൻ അപാത ചൂടം മുറിവേറ്റ് അകാരണമായ പ്രകോപിതമായും ഒക്കെ അവനെ പീഡിപ്പിച്ച് ആരും അവനെ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ഇല്ലാതെ അവൻ ഇങ്ങനെ ഒറ്റപ്പെട്ടവനായിട്ട് നടന്നു നീങ്ങുന്നത് നിങ്ങൾക്ക് നോക്കി നിൽക്കാനായിട്ട് കഴിയുമോ? നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അമ്മേ, നിനക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? ഒരു ചെറിയ പ്രകോപനത്തിൻ്റെ സമയത്ത് പോലും വല്ലാതെ തളരുകയും വികാരത്താൽ ഭയങ്കരമായി എടുത്തു ചാടുകയും ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഞങ്ങൾ. എന്നാൽ അമ്മേ, സഹനത്തിൻ്റെ അവസാന കാസ വരെയും കുടിക്കാൻ അമ്മയ്ക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? ഈ 1 യോഹന്നാൻ 2:6 പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. വചനം ഇങ്ങനെയാണ്: അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. എന്തൊരു മനോഹരമായ വചനമാണ്! അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. സത്യത്തിൽ യേശു നടന്ന സ്ലീവാ പാതയിലൂടെ അലങ്കാരികമായിട്ട് മാത്രമല്ല,
അതിനേക്കാൾ ഉപരി അക്ഷരാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു സ്ത്രീ അല്ല, ഒരു മനുഷ്യൻ വേറെ ആരാണ് ഉണ്ടാകുന്നത്? അതെ, അതുകൊണ്ട് തന്നെ അമ്മയോട് നമ്മൾ ചോദിക്കണം, അമ്മേ, നിനക്ക് എങ്ങനെയാണ് ഈ യാത്ര നടത്താൻ കഴിഞ്ഞത് എന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തോമസ് മൂർ എന്ന് പറയുന്ന ഒരു വിശുദ്ധാത്മാവിനെ കൊലക്കളത്തിലേക്ക് നയിക്കുമ്പോൾ മകള് മാർഗരറ്റ് കൂട്ടത്തിലുണ്ട്. മാർഗരറ്റ് 2-3 പ്രാവശ്യം പപ്പാ പപ്പാ എന്ന് വിളിച്ചത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവൾ ബോധം കെട്ട് വീണിട്ട് പല മണിക്കൂറുകളെടുത്തു അവൾ എഴുന്നേറ്റ് വരാൻ എന്നാണ് പറയുന്നത്. ബോധം കെടാതെ, ഓ മറിയമ്മേ, നീ എങ്ങനെയാണ് പുത്രൻ്റെ സ്ലീവാപാതയിൽ ഒരുമിച്ച് യാത്രയായത്? ജെറുസലേമിൽ നടന്ന സംഭവബഹുലമായ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച് അമ്മേ, നീ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ഈ കുരിശ് യാത്രയുടെ ഇടയിൽ മറിയത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പാരമ്പര്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് വെറോനിക്കയാണ്. നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ ഏടുകളിൽ അവളെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എങ്കിലും ആക്ട്സ് ഓഫ് പൈലറ്റ് അല്ലെങ്കിൽ നിക്കോഡെമസിൻ്റെ സുവിശേഷം എന്നൊക്കെ പറയുന്ന അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ വെറോനിക്കയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്. എല്ലാ അപ്പസ്തോലിക സഭകളും വെറോനിക്കയെക്കുറിച്ച് ധ്യാനിക്കുന്നുമുണ്ട്. ഈ വെറോനിക്ക എന്താണ് ചെയ്തത്? നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കാണുന്നുണ്ട്. അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, കാരണം അവളൊരു സ്ത്രീയാണ്. ഈ പ്രിയപ്പെട്ട ഈശോ, ഒരു കുറ്റവും ചെയ്യാത്തവൻ, മുറിവേറ്റ് ഇങ്ങനെ കുരിശുമായി യാത്രയാകുമ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവൾ എന്താണ് ചെയ്തത്? റോമൻ പടയാളികൾ സൃഷ്ടിച്ച ഉരുക്കു കോട്ടകളെല്ലാം തകർത്തിട്ട് അവൾ എടുത്തു ചാടുകയാണ്. എടുത്തു ചാടി ഈശോയുടെ മുഖം തുടയ്ക്കുന്നു. അവൾ തുടച്ച അവളുടെ ടവലിൽ ഈശോയുടെ മുഖം പതിയുന്നു. തുടർന്ന് ആ പതിഞ്ഞ മുഖം പല പതിപ്പുകളാക്കി മാറ്റിയാണ് ഈശോയുടെ ഇന്നത്തുള്ള യഥാർത്ഥത്തിലുള്ള മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ള പാരമ്പര്യം ഒക്കെയുണ്ട്. ഈ പറഞ്ഞ വെറോനിക്ക ഈശോ സൗഖ്യപ്പെടുത്തിയ രക്തസ്രാവക്കാരിയായ സ്ത്രീയാണെന്നുള്ള പാരമ്പര്യമുണ്ട്. വെറോനിക്ക എന്ന് പറയുന്നത് പിലാത്തോസിൻ്റെ ഭാര്യയായ ക്ലോദിയായുടെ സഹോദരിയായിരുന്നുവെന്നും അവൾ ഒരു തയ്യൽ പണിക്കാരിയായിരുന്നുവെന്നും ഒക്കെയുള്ള പാരമ്പര്യങ്ങളുണ്ട്. അത് എന്തുമായിക്കൊള്ളട്ടെ, കാരണം വെറോനിക്ക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ട്രൂ ഇമേജ് എന്നാണ്. ലാറ്റിനിൽ ഉപയോഗിക്കുമ്പോൾ ട്രൂ ഇമേജ് എന്നാണ്, ശരി പകർപ്പെന്നാണ്. ഈശോയുടെ ശരി പകർപ്പ് അതിലൂടെ നമുക്ക് കാണാനായിട്ട് ഇടവന്നു. വിഷയത്തിൽ നിന്ന് മാറി യാത്രയാകുന്നില്ല. നമ്മൾ തിരിച്ചു വരാം. മറിയം, തൊട്ടടുത്തുള്ള സ്ത്രീകളെല്ലാം വാവിട്ട് കരയുകയും ശബ്ദമുണ്ടാക്കുകയും വെറോനിക്കയെ പോലുള്ള സ്ത്രീകൾ ഈശോയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വികാരത്താൽ എടുത്തു ചാടുകയും ചെയ്യുന്ന സമയത്തും മറിയം ജെറുസലേമിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവൾ, കുരിശ് യാത്രയിൽ അക്ഷരാർത്ഥത്തിൽ യാത്ര ചെയ്തവൾ, കുരിശിൻ്റെ കീഴ മാത്രമല്ല അവൻ്റെ ഉത്ഥാനത്തോളം യാത്ര ചെയ്തവൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? ജീവിതത്തിൻ്റെ യാത്രയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദുരന്തങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നുമേശയിൽ വിളമ്പപ്പെടുമ്പോൾ ഈ അമ്മയെ വിളിക്കണം. ഈ അമ്മ തീർച്ചയായും നമ്മളെ ആശ്വസിപ്പിക്കും. നമുക്ക് ഈ പശ്ചാത്തലത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. കുരിശ് യാത്രയിൽ സത്യത്തിൽ പരിശുദ്ധ മറിയം എന്തായിരിക്കും ധ്യാനിച്ചിട്ടുണ്ടാവുക? ഒട്ടേറെ സഭാപിതാക്കളും മാതാക്കളും ഒരുപോലെ ധ്യാനിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയത്തിൻ്റെ മംഗലവാർത്തയുടെ സമയത്തും തുടർന്ന് ശിമയോൻ എന്ന് പറയുന്ന മഹാത്മാവ് ഈശോയെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയുന്ന നേരത്തും വചനം ഇങ്ങനെയാണ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്: മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഒരു കണ്ടംപ്ലേറ്റീവ് ഫിഗർ കൂടിയാണ് സത്യത്തിൽ മറിയമെന്ന് പറയുന്നത്. അപ്പോൾ കുരിശ് യാത്രയുടെ ഇടയിൽ മറിയം എന്തായിരിക്കും ഗാഠമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് ഒട്ടേറെ സഭാപിതാക്കളും മാതാക്കളും ധ്യാനിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഒരുപോലെ പറയുന്ന കാര്യമാണ് കുരിശ് യാത്രയുടെ ഇടയിൽ മറിയം ഓർത്തിട്ടുണ്ടാകുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അബ്രാഹം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവ്
തൻ്റെ ഏകജാതനുമായ ഇസഹാക്കുമായി മോറിയ മല യാത്ര ചെയ്യുന്നതായിരിക്കും തീർച്ചയായും അവരുടെ ധ്യാനങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന്. നമുക്ക് ആ സംഭവം ബൈബിൾ പരിചയമുള്ളവർക്ക് പരിചിതമുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. അന്ന് ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാഹാം തൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസഹാക്കുമായി മോറിയ മല കയറുകയാണ്. അവൻ കുഞ്ഞൊന്നുമല്ല, അവനൊരു യുവാവാണ്. അപ്പോൾ യാത്രയുടെ മധ്യത്തിലാണ് അബ്രാഹത്തോട് ചോദിക്കുന്നത്, നമ്മുടെ കയ്യിൽ പിതാവേ, നമ്മുടെ കയ്യിൽ വിറകുണ്ട്, നമ്മുടെ കയ്യിൽ തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഇത് ചോദിക്കുന്ന നേരത്ത് സത്യത്തിൽ അബ്രാഹത്തിൻ്റെ മനസ്സ് ഉണ്ടായിട്ടുള്ള തിരയിളക്കം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. കാരണം അബ്രാഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും സമുദ്രതീരത്തിലെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും നിനക്ക് ഞാൻ കുഞ്ഞുങ്ങളെ തരുമെന്ന്. ആ കുഞ്ഞുങ്ങളെ തരുന്നതാകട്ടെ ഈ ഇസഹാക്കിലൂടെ വിടരാൻ പോകുന്ന തലമുറകളിലൂടെയാണ്. ആ കുഞ്ഞിനെയാണ് കൊണ്ടുപോയി ബലിയർപ്പിക്കാനായിട്ട് പറയുന്നത്. എങ്ങനെ എത്രമാത്രം ഊഹിച്ചെടുത്താലും ഗണിച്ചെടുത്താലും ആർക്കാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുക? എങ്കിലും ഒരു ആശ്വാസവാക്കെന്ന വണ്ണം ആ വിശ്വാസത്തിൻ്റെ പിതാവ് തൻ്റെ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം നമുക്ക് തരും, മലയിൽ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് തരും. മകനെ കെടുത്തി ദഹന ബലിക്കുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി മകനെ ബലിയർപ്പിക്കാൻ കരമുയർത്തുന്ന നേരത്താണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകാശ മടക്കുകളെ ഭേദിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കടന്നു വരുന്നു. കുഞ്ഞിൻ്റെ മേലെ കൈവയ്ക്കരുത്, അപ്പുറത്ത് മുൾപ്പടർപ്പിൽ കാത്തുവെച്ചിരിക്കുന്ന ഒരു കുഞ്ഞാടുണ്ട്, ആ മുൾപ്പടർപ്പിൽ ഉടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കുക എന്ന്. ഇത് അബ്രാഹാം കേൾക്കുന്നു. അബ്രാഹാം കൊണ്ടുവന്ന് കുഞ്ഞിനെ മോചിപ്പിച്ച് കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു. ഈ സംഭവം തീർച്ചയായും പരിശുദ്ധ മറിയത്തിൻ്റെ ഈ സ്ലീവാപാതയിലുള്ള സഞ്ചാരത്തിലുണ്ട്. പക്ഷേ കാൽവരിക്കുന്നിലേക്ക് മകനുമായി യാത്രയാകുന്ന നേരത്ത് അമ്മയ്ക്കറിയാം ഇതുപോലെ മറ്റൊരു സംഭവം ഒരുപക്ഷെ ആവർത്തിക്കപ്പെടണമെന്നില്ല. അമ്മയ്ക്കറിയാം യേശുവിനെ പോലെ മറ്റൊരു കുഞ്ഞാട് അതിനു മുമ്പോ അതിനു ശേഷമോ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ് നമ്മൾ ഓർക്കുന്നില്ല, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതുകൊണ്ട് ഇവന് മുമ്പോ ഇവന് പിമ്പോ മറ്റൊരു കുഞ്ഞാട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി കാൽവരിക്കുന്നിൽ യാഗമായി അർപ്പിക്കപ്പെട്ടേ മതിയാകൂ എന്ന് സത്യത്തിൽ ഈ അമ്മ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. സഹോദരങ്ങളെ, വിശ്വാസികളുടെ പിതാവാണ് അബ്രാഹമെങ്കിൽ വിശ്വാസികളുടെ മാതാവായി പരിശുദ്ധ മറിയം അറിയപ്പെടാൻ ഇതിനേക്കാൾ എന്തെങ്കിലും വലിയ കാരണം ആവശ്യമുണ്ടോ? പരിശുദ്ധ മാർപ്പാപ്പന്മാരടങ്ങുന്ന പേപ്പൽ ഹൗസ് ഹോൾഡിനെ കഴിഞ്ഞ ഒട്ടേറെ പതിറ്റാണ്ടുകളായി ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരു അച്ഛൻ്റെ പേര് റെനിയാരോ കാന്തലമെസ്സെ എന്നാണ്. ഒരു ഇറ്റാലിയൻ പ്രീസ്റ്റാണ്. അദ്ദേഹം ഒരു കാർഡിനൽ കൂടിയാണ് ഇപ്പോൾ. 90 വയസ്സ് കഴിഞ്ഞ ഈ വയോധികനായ ഈ വൈദികൻ 1 കൊറിന്ത്യൻസിൻ്റെ 4:15 ധ്യാനിച്ച് പറയുന്ന ഭാഗം ഇതോട് ചേർത്ത് വയ്ക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. വചനം എങ്ങനെയാണ്? പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എങ്കിലും പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ പിതാവാണ് എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ ഓർക്കണം, പൗലോസ് ലീഹ ഒരു ബ്രഹ്മചാരി കൂടിയായിരുന്നു. അവൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ അവൻ പറയുകയാണ്, ഇതാ ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, പക്ഷേ യേശുക്രിസ്തുവിൽ സുവിശേഷ പ്രസംഗം വഴി ജന്മം നൽകിയത് ഞാനാണ്. ഈ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫാദർ കാന്തലമേസെ പറയുകയാണ്, സത്യത്തിൽ ഈ വചനം അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ച് പറയാൻ കഴിയുന്നത് പരിശുദ്ധ മറിയത്തിനല്ലാതെ മറ്റാർക്കാണ്?
കാരണം ഭൂമിയിൽ ജഡമായി വചനം അവതരിക്കാൻ ഉദരം പരിശുദ്ധ മറിയത്തിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. മറിയത്തിലൂടെയാണ് ഈശോ ജഡമായി ഭൂമിയിലേക്ക് അവതരിക്കുന്നത്. അതുകൊണ്ട് അവളാണ് സത്യത്തിൽ വിശ്വാസികളുടെ മാതാവായി എക്കാലത്തും അറിയപ്പെടേണ്ടത് എന്ന്. നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം. ഈശോയുടെ കുരിശിൻ്റെ താഴെ അന്ന് 4 പ്രധാനപ്പെട്ട സ്ത്രീകൾ ഉണ്ടായതായി യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. 1 ഈശോയുടെ അമ്മയായ മറിയം, 2 മറിയത്തിൻ്റെ സഹോദരി, 3 ക്ലയോപ്പാസിൻ്റെ ഭാര്യയായ മറിയം, 4 മറിയം മഗ്ദലന. ഇങ്ങനെ ഒരു മേരിമാരുടെ സംഗമമാണ് സത്യത്തിൽ കുരിശിൻ്റെ താഴെ നിൽക്കുന്നത്. ഈ സമയത്താണ് ഈശോ മറിയത്തെയും യോഹന്നാനെയും മാറി മാറി ആ രക്തം വാർന്ന് ഒഴുകുന്ന ആ കണ്ണുകൾക്കിടയിലൂടെ, അല്ലെങ്കിൽ ആ രക്തത്തിനിടയിലൂടെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകനെന്ന്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, യോഹന്നാൻ്റെ സ്വന്തം അമ്മ ഈ കുരിശ് യാത്രയിൽ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം അമ്മ കൂട്ടത്തിലുണ്ടായിരിക്കുന്ന നേരത്താണ് സത്യത്തിൽ പരിശുദ്ധ മറിയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാനോട് പറയുന്നത്, ഇതാ നിൻ്റെ അമ്മ എന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മാംസനിബദ്ധമായ അല്ലെങ്കിൽ മാംസബന്ധിതമായ അമ്മമാർ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നാലും സ്വർഗീയമായൊരമ്മയെ നിങ്ങൾക്ക് കൂടിയേ തീരൂ എന്നാണ്. കാരണം അവളെപ്പോലെ നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളെ സ്വീകരിക്കാൻ ഒരുപക്ഷെ മറ്റാർക്കും കഴിഞ്ഞു എന്ന് വരില്ല എന്ന്. 2 കാര്യങ്ങൾ കൂടി ചിന്തിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. സത്യത്തിൽ ഇതിനൊരു മാനുഷികമായ ഒരു മുഖമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏകാന്തതയിലാണ് അമ്മ. യോഹന്നാനാണെങ്കിലും അവനും വിവാഹം കഴിച്ചിട്ടില്ല, ശിഷ്യന്മാരിൽ ഏറ്റവും ചെറുപ്പക്കാരനാണ്. ഒരിക്കലും അമ്മ തനിയായി പോകരുത് എന്ന് കുരിശിലെ ഈശോ ചിന്തിച്ചിട്ടുണ്ടായേക്കുമോ? കാരണം തൻ്റെ പരസ്യകാല ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രിയപ്പെട്ട വളർത്തുപിതാവായ ജോസഫ് കടന്നുപോയി. പിന്നെ ഉള്ളത് അമ്മയാണ്. അമ്മ തനിയാകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അമ്മമാർ ഈ ഭൂമിയിൽ തനിയാകാൻ നമ്മൾ അനുവദിക്കരുത്. അമ്മമാർക്ക് ഫോൺ വിളിക്കാൻ, അമ്മമാർക്ക് കൂട്ടുചേരാൻ, അവർ പറയുന്നത് കേൾക്കാൻ തീർച്ചയായും നമുക്ക് കടപ്പാടുണ്ട്. ആരും തനിയായി പോകരുത്. ഇനി നമുക്കറിയാം, അമ്മമാർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഒരർത്ഥത്തിൽ ചില മനുഷ്യർക്ക് ഒരു തരം അഡൾട്ട് ഓർഫൻഹുഡ് അവരനുഭവിക്കുന്നുണ്ടായിരിക്കും. അവരും വല്ലാതെ ഒരു ഏകാന്തതയിലായിരിക്കാം, ഒരു ഓർഫനായി പോകുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇതാ യോഹന്നാനോട് പറഞ്ഞ വചനം നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഇതാ നിങ്ങളുടെ അമ്മ. ജന്മം നൽകി മാത്രമല്ല ഒരാൾ അമ്മയാകുന്നത്, കർമ്മം ചെയ്തുകൊണ്ട് കൂടിയാണ്. കർമ്മം ചെയ്ത് അമ്മയാകുന്ന പരിശുദ്ധ മറിയത്തെ യോഹന്നാൻ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ അമ്മയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മാറാൻ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറാൻ, ഏകാന്തതയുടെ തടവറയിൽ നിന്ന് നിങ്ങൾ മോചിതമാകാൻ, നിങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരമ്മ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും എന്നതിൽ മാറ്റമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അമ്മയുമായിട്ടാണ് യോഹന്നാൻ പിന്നീട് എല്ലാ യാത്രയും നടത്തുന്നത്. ജീവിതത്തിൻ്റെ അവസാനം എഫേസൂസിൽ പോയാണ് 2 പേരും അവരുടെ സായങ്കാലം പിന്നിടുന്നത്. യോഹന്നാനും അമ്മയും അവിടെ ജീവിക്കുന്ന നേരത്ത് അമ്മ സ്വർഗാരോപിതയാകുന്നു, അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. യോഹന്നാൻ തുടർന്ന് മരിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ യാത്രയിലുടനീളം ഈ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിന്നീട് യോഹന്നാൻ യാത്ര ചെയ്യുന്നത് മുഴുവൻ. ബിഷപ്പ് ഷീൻ അനുഗ്രഹീത സുവിശേഷ പ്രഘോഷകനാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, കുരിശിൻ്റെ താഴെ നിന്ന അമ്മ വെറും ഒരു പയസ്സായ ലേഡി മാത്രമല്ല, വെറും ഒരു ഭക്തിയുള്ള ലേഡി മാത്രമല്ല, അതിനേക്കാൾ ഉപരി അവൾ ഒരു ധീര വനിത കൂടിയാണ്. ഒരു ധീര വനിതയല്ലായിരുന്നുവെങ്കിൽ അവൾ തീർച്ചയായും കുരിശിൻ്റെ മരണത്തെ, യേശുവിൻ്റെ ഈ മരണത്തെ അതിജീവിക്കാൻ
അവൾക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഈ ധീര വനിതയുടെ, ഈ ബോൾഡായി പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നിങ്ങൾ യാത്രയാവുക എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഏതാണ്ട് ഒരു ജപമാല കണക്കെയാണ്. അവിടെ 4 മിസ്റ്ററികളുമുണ്ട്. ജോയ്ഫുൾ മിസ്റ്ററിയുണ്ട്, സോറോഫുൾ മിസ്റ്ററിയുണ്ട്, ലൂമിനസായ മിസ്റ്ററിയുണ്ട്, ഏറ്റവും ഒടുക്കം ഗ്ലോറിയസ് ആയ മിസ്റ്ററിയുമുണ്ട്. ജീവിതയാത്രയിലുടനീളം നമ്മൾ ഓർക്കണം, സന്തോഷങ്ങളും സന്താപങ്ങളും ലൂമിനസായ വളരെ പ്രചോദിതമായ കാര്യങ്ങളും നമ്മുടെ ജീവിതയാത്രയുടെ ഇടയിൽ കടന്നു വന്നേക്കാം. എന്നാൽ അവയുടെ എല്ലാം ഒടുക്കം ഒരു മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ജീവിതയാത്രയിലെ പ്രതിസന്ധികളെ അമ്മ ചിന്തിച്ചതുപോലെ നമുക്കും മറികടക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അമ്മയെ യോഹന്നാൻ കരങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ ഈ കുരിശ് യാത്രയിൽ നമ്മളും കരങ്ങൾ ചേർത്ത് പിടിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു ആത്മീയ എക്സസൈസായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഫോൺ വിളിക്കുക. മറുനാട്ടിലാണ് നിങ്ങൾ കഴിയുന്നത്, അമ്മ നിങ്ങളുടെ കൂട്ടത്തിലില്ല, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലാണെങ്കിലും അമ്മ നിങ്ങളുടെ ഭവനത്തിലല്ല എങ്കിൽ അമ്മയ്ക്ക് നിങ്ങൾ ഫോൺ വിളിച്ച് ഒരു 10 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യുക. തീർച്ചയായും അമ്മ ബോധത്താൽ നിങ്ങൾ നിറയാനായിട്ട് ഇടവരും. അമ്മമാർ പറയുന്നത് മിക്കവാറും ഒരേ കാര്യങ്ങളായിരിക്കും, പക്ഷേ എങ്കിലും കാതോർക്കുക. ഇനി ആ അമ്മമാർ കടന്നു പോയിട്ടുണ്ട്, മരിച്ചുപോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ അമ്മമാരെ ധ്യാനിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ കരം പിടിച്ച് ഒരു ജപമാല ചെല്ലണം. എല്ലാവർക്കും ഈ ഒരു ജപമാലയിലൂടെ ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്കും മരിച്ചുപോയ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ കേൾക്കാനും ധ്യാനിക്കാനും കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സ്വർഗീയ അമ്മയും ഒരുപാട് ആനന്ദിക്കാനായിട്ടിടവരും. ഓ അമ്മേ, പരിശുദ്ധ മറിയമേ, മരണസമയത്ത് പ്രിയസുതന് കൂട്ടായിരുന്നത് പോലെ ഞങ്ങൾക്കും കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കായിരിക്കാം. ആമേൻ.